അർക്കം എന്ന സംസ്കൃത നാമത്തിൽ അറിയപ്പെടുന്ന എരിക്കിച്ചെടിയെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു ഔഷധ സസ്യമാണ് എരിക്ക്. എരിക്കിച്ചെടി വീട്ടിൽ നട്ടു വളർത്തിയാൽ പണവും ഐശ്വര്യവും കൊണ്ട് നിറയുമെന്നാണ് പറയപ്പെടുന്നത്. കൂടാതെ ആയുർവേദത്തിൽ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ഔഷധ സസ്യമാണ് എരിക്ക്. അതുപോലെ തന്നെ ശിവക്ഷേത്രങ്ങളിൽ പൂജയ്ക്കും എരിക്കിന് വളരെ പ്രാധാന്യം ഉണ്ട്. എരിക്കിച്ചെടി സാധാരണയായി കണ്ടുവരുന്നത് ക്ഷേത്രങ്ങളിലും ആളൊഴിഞ്ഞ പ്രദേശത്തും പിന്നെ ഹൈവേകളിലും മറ്റുമാണ്. ഇപ്പോൾ ഈ ചെടിയുടെ ഔഷധ ഗുണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചിലർ വീടുകളിൽ ഇത് നട്ടു വളർത്തുന്നുണ്ട്. ആയുർവേദ ചികിത്സയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഔഷധ സസ്യമാണ് എരിക്കിച്ചെടി. എരിക്കിച്ചെടി രണ്ട് വിധത്തിലുണ്ട്. വെള്ള കളർ പൂവിലുള്ള എരിക്കിച്ചെടിയും നീല കളർ പൂവിലുള്ള എരിക്കിച്ചെടിയും. നീല കളർ പൂവിനെ അപേക്ഷിച്ച് വെള്ള കളർ പൂവിലാണ് ഔഷധ ഗുണം കൂടുതൽ ഉള്ളതെന്ന് പറയപ്പെടുന്നു. എന്നാൽ ഈ രണ്ട് കളർ പൂവുകളും ഔഷധത്തിനായി ഉപയോഗിക്കുന്നു. എരിക്കിൻ്റെ ഇല, വേര്, തണ്ട്, പൂവ് എല്ലാം ഔഷധത്തിനായി ഉപയോഗിക്കുന്നു. വെള്ള കളർ പൂവാണ് ക്ഷേത്രങ്ങളിൽ കൂടുതലായും പൂജയ്ക്ക് എടുക്കുന്നത്. ഈ എരിക്കിൻ ചെടിയിൽ ഗണപതി ഭഗവാന്റെ സ്വാധീനം ഉണ്ടെന്നും പറയപ്പെടുന്നു. എന്നാൽ ഇത് ശിവക്ഷേത്രങ്ങളിലാണ് കൂടുതലായും പൂജയ്ക്ക് എടുക്കുന്നത്. ഭഗവാന് മാലയായി ചാർത്തുകയാണ് കൂടുതലും ചെയ്യുന്നത്. ഒരു എരിക്കിച്ചെടി വീട്ടിലുണ്ടെങ്കിൽ ഐശ്വര്യമുണ്ടെന്നും സമ്പത്തും പണവും വന്നു ചേരുമെന്നാണ് വിശ്വാസം. പണ്ട് കാലങ്ങളിൽ ക്ഷേത്ര പരിസരങ്ങളിലാണ് ഇവ കൂടുതലായും കണ്ടുവന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇതിൻ്റെ ഔഷധ ഗുണം മനസ്സിലാക്കിയും ഇത് വീട്ടിൽ വളർത്തിയാൽ ഐശ്വര്യവും സമ്പത്തും വർദ്ധിക്കും എന്നും മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ ചില വീടുകളിൽ ഇത് നട്ടു വളർത്തുന്നു. പൂജയ്ക്കെടുക്കുന്ന ഒരു ചെടി ആയതുകൊണ്ട് തന്നെ സ്ത്രീകൾ ആർത്തവ സമയത്ത് അതിൻ്റെ അടുത്ത് പോകരുതെന്നും പറയപ്പെടുന്നു. അപ്പോൾ എരിക്കിച്ചെടിയെക്കുറിച്ചുള്ള ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം വീണ്ടും നല്ലൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്